ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീരഭദ്രൻ ലോറിയുമായി വരുമ്പോഴേക്കും മോഹൻ അതിൽ ചെന്ന് കയറുന്നുണ്ട്. വീര ഒന്നും നോക്കാനില്ല, കത്തിച്ചു വിട്ടോ, ഇന്ന് തന്നെ എല്ലാം തീർക്കണം, എടുത്തോ എന്ന് പറയുമ്പോഴേക്കും വീരഭദ്രനും ലോറി എടുക്കുക. അവിടെ വിഷ്ണുവും കൂട്ടരും മോഹനെ പിടികൂടാനുള്ള യാത്രയിലായിരുന്നു. വിഷ്ണു നിർദ്ദേശിച്ച വഴിയെ ടീച്ചർ അമ്മയും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ യാത്രക്കിടയിൽ മോഹന്റെ കണ്ണിൽ ടീച്ചർ അമ്മയുടെ കാർ പെടുന്നുണ്ട്. യെസ്, അതുതന്നെ, ആ വണ്ടി ചവിട്ടി വിടോ, തനിക്ക് ഇത്രയുള്ളൂ സ്പീഡ്, കാശ് എണ്ണി തന്നതല്ലേ, വിടെന്ന് പറഞ്ഞ് വീരഭദ്രനോട് സ്പീഡിൽ വണ്ടി ഓടിക്കാനായി പറയുന്നുണ്ട് മോഹൻ. അമ്മ പോയ വഴിയെ തന്നെ മഹേഷും കൂട്ടരും കാർ ഓടിച്ചു വരുന്നുണ്ട്. അങ്ങനെ വഴിയിൽ വെച്ച് മോഹന് സരസ്വതിയുടെ കാർ മിസ്സാവുന്നുണ്ട്. കാണുന്നില്ലല്ലോ, മിസ്സായ എല്ലാം തീർന്നു എന്ന് മോഹനും ടെൻഷനോടെ പറയുകയാ. അങ്ങനെ അവർ വരുന്നതിനിടയിലാണ് റോഡിൽ ഒരു മരം മായി കിടക്കുന്നത് കാണുന്നത്. അവിടെ എത്തുമ്പോൾ വീരഭദ്രനും വണ്ടി നിർത്തുന്നുണ്ട്. നീ അവിടെ ഇരിക്കെ, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് മോഹനും ആ ലോറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങിയ മോഹനും ആകെ ടെൻഷനോടെ ആ മരം നോക്കി നിൽക്കുമ്പോഴാണ് ആ വീണ് കിടക്കുന്ന മരത്തിനപ്പുറത്തായി ശിവരാമൻ ചേട്ടനും സരസ്വതിയും റജിയും വീണയും മഹേഷും രാധയും എല്ലാം നിൽക്കുന്നത് കാണുന്നത്. അപ്പോഴേക്കും പുറകിന്ന് വിഷ്ണുവും തന്റെ ജീപ്പിൽ അങ്ങോട്ടെത്തുകയാ. വിഷ്ണുവിന്റെ ജീപ്പ് കാണേ മോഹൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുമ്പോഴേക്കും വിടരുതവനെ എന്ന് പറഞ്ഞ റജിയും മഹേഷും ശിവരാമൻ ചേട്ടനും കൂടി അവന്റെ പുറകെ ഓടുകയാ. വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വിഷ്ണുവേട്ടാ, അയാൾ ഓടി രക്ഷപ്പെട്ടു, അങ്ങോട്ടാ ഓടിയതെന്ന് വീണ് വിളിച്ചു പറയുന്നുണ്ട്. വിഷ്ണുവും കൂട്ടരും അവന്റെ പുറകെ ഓടുകയാ. ഇങ്ങനെ മോഹനെ പിന്തുടർന്നെത്തിയ മഹേഷിന്റെയും റജിയുടെയും പിടിയിലകപ്പെടുന്നുണ്ട് മോഹൻ. അപ്പോഴേക്കും ശിവരാമേട്ടനും അങ്ങോട്ട് വന്ന് മോഹന്റെ കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. റജിയും മോഹനോടായി, അന്ന് താൻ എന്റെ അപ്പച്ചന്റെ കഴുത്തിന് പിടിച്ച ആളായതല്ലേ, അന്ന് തന്നോട് ഞാൻ പറഞ്ഞതാ ഒരു ദിവസം എന്റെ കയ്യിൽ തന്നെ കിട്ടുമെന്ന്. അപ്പോഴേക്കും ശിവരാമേട്ടനും മോഹന്റെ കരണത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ഇനി എന്റെ സരസുവിനെ ബുദ്ധിമുട്ടിക്കാൻ നീ ഇറങ്ങി തിരിച്ചാൽ പിന്നെ നീ ഈ ലോകത്ത് വേണ്ടാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും എന്ന് അദ്ദേഹം ഭീഷണിയോടെ പറയുമ്പോഴേക്കും ഏയ് വിട്, അയാളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വിഷ്ണുവും കൂട്ടരും അങ്ങോട്ട് ഓടിയെത്തുകയാണ്. അതുകൾക്ക് കുതറിപ്പോവാൻ ശ്രമിക്കുന്ന മോഹനെ അവരെല്ലാരും കൂടി പിടിച്ചു വെക്കുക. അപ്പോഴേക്കും വിഷ്ണുവും ഓടി വന്ന് മോഹനെ പിടിച്ച് പോലീസുകാർക്ക് കൈമാറുന്നുണ്ട്. അന്ന് തന്നെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനാവാത്തത് ഒരു കുറവായിട്ടുള്ളിലുണ്ടായിരുന്നു. ആ കുറവ് താനായിട്ട് തന്നെ പരിഹരിച്ചു തന്നു, നന്നായി എന്ന് മോഹനോടായി പറഞ്ഞ് പോലീസുകാരോടായി കൊണ്ടുപോയി വണ്ടി കേട്ടിടോ ഇയാളെ എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരും മോഹനെയും കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. വണ്ടിയുടെ അടുത്തെത്തുമ്പോഴേക്കും അതിലിരിക്കുന്ന പോറ്റിയെ മോഹൻ കാണുന്നുണ്ട്. താൻ എന്നെ ഒറ്റയല്ലേടാ കിളവാ എന്ന് മോഹൻ പോറ്റിയെ നോക്കി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഹലോ, വലിയ ഷോ ഒന്നും വേണ്ട, വണ്ടി കയറുന്ന വിഷ്ണു പിടിച്ചു കേട്ടിടോന്ന് പോലീസുകാരനോടായി പറയുമ്പോഴേക്കും മോഹന്റെ കയ്യിൽ പിടിച്ച പോലീസുകാരനെ മോഹനം തട്ടി മാറ്റി തിരിയുമ്പോഴാണ് അങ്ങോട്ട് വന്ന സരസ്വതിയെയും വീണയെയും രാധയെയും കാണുന്നത്. മോഹനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ച് എന്റെ മക്കളെ കൂടെ നിർത്തിയിട്ട് എനിക്ക് മുന്നിൽ താൻ ചിരിച്ചൊരു ചിരിയുണ്ട്, എന്നെ തകർത്തുന്ന മട്ടിലൊരു ചിരി. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഈ ചിരിക്കധികം ആയുസില്ലെന്ന്. എനിക്ക് സത്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. പിള്ളേർക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തു. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ അവർക്കായി അനുഭവിച്ച വേദന എന്താന്ന്. നിങ്ങളെന്നെ ജോയിൻ ചെയ്യിക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും, ഒരൽപ്പം വൈകുമെന്ന് മാത്രം. നിങ്ങൾക്കും ഇന്ന് തന്നെ ജയിലിൽ ജോയിൻ ചെയ്യാലോ, രണ്ടാൾക്കും ഒരേ റീജോയിനിങ് ഡേറ്റ്. ഇതൊക്കെയാണ് കാലത്തിന്റെ തമാശ, അതും അറിഞ്ഞു വേണ്ടേ നമ്മൾ കടന്നു പോവാൻ എന്നൊക്കെ ടീച്ചറമ്മ ചോദിക്കുമ്പോഴും മോഹൻ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാ. വിഷ്ണു കൂടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴേക്കും അവർ മോഹനെ ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട്. ജീപ്പിലിരിക്കുന്ന മോഹനെ നോക്കിക്കൊണ്ട് ശിവരാമൻ ചേട്ടനും ഒന്ന് ജയിലിലോട്ടും ഒന്ന് സ്കൂളിലേക്കും എന്ന് പറയുമ്പോഴേക്കും വിഷ്ണുവും ആ ജീപ്പിൽ കയറി പോവുകയാണ്. അവിടെ സ്കൂളിൽ ടീച്ചറമ്മയെ സ്വീകരിക്കാനുള്ള ആഘോഷമെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചെണ്ടമേളവും ടീച്ചറമ്മയ്ക്ക് സ്വാഗതം എന്ന ബോർഡും പിടിച്ച് കുട്ടികളും സ്കൂളിലെ സ്റ്റാഫുമെല്ലാം അവിടെ മുൻവശത്ത് തന്നെ കാത്തു നിൽപ്പായിരുന്നു. അപ്പോഴേക്കും ടീച്ചറമ്മയും ശിവരാമൻ ചേട്ടനുമൊത്ത് ടാക്സിയിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. ടീച്ചറമ്മ എത്തുമ്പോഴേക്കും സ്കൂളിൽ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അവിടുത്തെ ആഘോഷമെല്ലാം കണ്ട് സരസ്വതി അമ്പരപ്പോടെ ഇരിക്കുമ്പോഴേക്കും എന്തു നല്ല സ്വീകരണ പരിപാടിയാ കൊച്ചേ, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സ്കൂള് നിന്നെ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലായോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ എനിക്കറിയാം ശിവരാമേട്ടാ, ഞാൻ സ്നേഹിക്കുന്ന പോലെ ഈ പള്ളിക്കൂടം എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ടീച്ചറമ്മയും. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് ശിവരാമൻ ചേട്ടനും സന്തോഷത്തോടെ പറഞ്ഞ് നീ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലെന്ന് സരസുവിനോടായി പറയുന്നുണ്ട്. ഏട്ടനും വായെന്ന് സരസു വിളിക്കുമ്പോൾ ഞാൻ വരാം, നീ ആദ്യം ഇറങ്ങിച്ചെല്ലെന്ന് ശിവരാമേട്ടനും. ഏട്ടൻ വരണേന്ന് സരസ്വതി വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ വന്നോളാമെന്ന് ശിവരാമേട്ടനും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ചെല്ലേ, അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാ, ചെല്ലെന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ നിർബന്ധിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും തന്റെ ബാഗും എടുത്ത് സന്തോഷത്തോടെ കാറിൽ നിറങ്ങുകയാണ്. അപ്പോഴേക്കും ശിവരാമേട്ടനും കാറിൽ നിറങ്ങി ആ ചെണ്ടമേളം ആസ്വദിക്കുകയാണ്. ടീച്ചറമ്മ സന്തോഷത്തോടെ നടന്നു ചെല്ലുമ്പോഴേക്കും ടീച്ചറമ്മയെന്ന് വിളിച്ച് കുട്ടികൾ ചുറ്റും കൂടുന്നുണ്ട്. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മക്കളെന്ന് വിളിച്ച് ടീച്ചറമ്മയും അവരെ ചേർത്ത് പിടിക്കുക. അപ്പോഴേക്കും സ്വാഗതം ടീച്ചറമ്മയെന്നും പറഞ്ഞ് ഒരു കുട്ടി ടീച്ചറമ്മയ്ക്ക് ബൊക്കെ നൽകുന്നു. ഇത് വാങ്ങിച്ച് അവൾക്ക് താങ്ക്സ്
താങ്ക്സ് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ മേരിക്കുട്ടിയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയ്ക്ക് പ്രസിഡന്റും പൊന്നാട ചാർത്തുകയാ. എല്ലാവരും കൈയടിക്കുമ്പോഴേക്കും സ്കൂളിലേക്ക് സ്വാഗതം ടീച്ചറെ എന്ന് സോമൻ സാറും പറയുന്നു. ആഘോഷമെല്ലാം നോക്കിക്കൊണ്ട് വലിയ മേളമാണല്ലോ സാറെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ മേളമൊക്കെ പുതിയ PTA പ്രസിഡന്റ് ഇന്ദ്രൻ സാറിന്റെ വകയാ. അതാളെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ചെണ്ടയുടെ അടുത്ത് താളം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരീന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്കൂളാകെയൊന്ന് നോക്കിക്കൊണ്ട് സ്കൂൾ ശരിക്കും മാറിയെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ശരിക്കും മാറിയെന്ന് മേരിക്കുട്ടി ടീച്ചറും. ടീച്ചറമ്മ അപ്പോഴേക്കും തന്റെ പൊന്നാട മേരിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ബാഗിൽ നിന്ന് മിഠായി പൊതിയെടുത്തു. ഇത് കണ്ടോ, എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഉണ്ണിയപ്പമില്ല ടീച്ചറെന്ന് ഒരു കുട്ടി ചോദിക്കുക. തുടങ്ങിയല്ലേ ഉള്ളടാ, വരും ദിവസങ്ങളിൽ എല്ലാവർക്കും ഉണ്ണിയപ്പം തരാം കേട്ടോ എന്നവരോടായി പറയുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും സ്കൂളിൽ പുതുതായി വന്ന സ്റ്റാഫിനെ എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. PT സാറിനെയും ഇംഗ്ലീഷ് ടീച്ചറെയും ഹിന്ദി ടീച്ചറെയും എല്ലാം മേരിക്കുട്ടി ടീച്ചർ പരിചയപ്പെടുത്തി കൊടുക്കുക. സോമൻ സാർ ടീച്ചറെയും കൊണ്ട് സ്കൂളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ടീച്ചറെ, ഞാനാ പുതിയ PTA പ്രസിഡന്റ് ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ് കൈകൂപ്പുമ്പോഴേക്കും മനസ്സിലായി, കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതാ എന്റെ മോള് ദേവിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളല്ലേ എന്നെ വെൽക്കം ചെയ്തതെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതെ ടീച്ചറെ എന്നവൾ പറയുമ്പോൾ മോളാ പുതിയ സ്കൂൾ റെപ്പ് എന്ന് ഹരീന്ദ്രൻ പറയുമ്പോൾ വെരി ഗുഡ് എന്ന് ടീച്ചറമ്മയും അവളെ അഭിനന്ദിക്കുന്നുണ്ട്. വൈഫ് ഇപ്പോൾ ഇവിടുത്തെ ടീച്ചറാണെന്ന് പറഞ്ഞ് ഹരീന്ദ്രൻ പരിചയപ്പെടുത്തുമ്പോഴേക്കും അതെ, ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് അവളും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവര് കുടുംബം സ്കൂള് ഭരിക്കുകയാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നത് കേൾക്കെ എല്ലാവരും പൊട്ടിച്ചിരിക്കുക. അങ്ങനെ അവർ ടീച്ചറമ്മയും കൊണ്ട് സ്കൂളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ ശിവരാമൻ ചേട്ടനും അത് സന്തോഷത്തോടെ നോക്കി നിൽക്കുക. മേരിക്കുട്ടി ടീച്ചറും പ്രസംഗിക്കാനായി തുടങ്ങുന്നുണ്ട്. പ്രിയരെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ സഹപ്രവർത്തക മാത്രമല്ല എന്റെ സഹപാഠിയും സുഹൃത്തുമാണ് നിങ്ങളുടെ ടീച്ചറമ്മ സരസ്വതി ടീച്ചർ. സരസ്വതി ടീച്ചറെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ സോമൻ സാറിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സോമൻ സാറും സ്വാഗത പ്രസംഗത്തിനായി വരുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കണ്ണേറ്റിങ്കര UP സ്കൂളിന് ഇതൊരു സുവർണ ദിനമാണ്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ സരസ്വതി ടീച്ചർ, കുട്ടികളുടെ ടീച്ചറമ്മ നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണെന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുക. സരസ്വതി ടീച്ചർ കുട്ടികൾക്ക് അധ്യാപകയും അമ്മയും എന്നതിനപ്പുറം ഇപ്പോ വലിയൊരു അനുഭവത്തിന്റെ കടലാണ്. ജീവിതം നിരന്തരം വെട്ടിവീഴ്ത്തുമ്പോഴും പിന്നെയും ഉയർത്തുവരുന്ന അതിജീവനത്തിന്റെ കരുത്ത് നമ്മുടെ ടീച്ചറമ്മയിലുണ്ട്. ആ വിധത്തിൽ നമ്മുടെ ടീച്ചറമ്മ അനുഭവത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. ഉറപ്പായും എന്റെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് സരസ്വതി ടീച്ചർ വഴിവിളക്കാകും. ടീച്ചർക്ക് കണ്ണേറ്റിങ്കര UP സ്കൂളിലേക്ക് സ്വാഗതം എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടുകൂടി കൈയടിക്കുക. ടീച്ചറമ്മയും സന്തോഷത്തോടെ ചിരിയോടെ എല്ലാവരെയും നോക്കി കൈകൂപ്പുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടീച്ചറമ്മ വീണ്ടും സ്കൂളിൽ സജീവമാവുന്നതും കഥാഗതിയിലേക്ക് കനിക തിരിച്ചെത്തുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.